നമ പാർവതി പതയെ ഹര ഹര മഹാദേവ. ശിവം എന്നത് ആന്തരിക ചൈതന്യമാണ്. ശിവം എന്നത് ഈ പ്രപഞ്ചബോധമാണ്. ശിവം എന്നതിനെ മനസ്സിലാക്കണമെങ്കിൽ ബോധവിസ്തൃതി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ശിവന്റെ ആരൊക്കെയോ രചിച്ച കഥകൾക്ക് പിറകെ പോയി, അതിൻ്റെ വൈകൃതങ്ങൾക്ക് പിറകെ പോയി ശിവം, യഥാർത്ഥ ശിവം എന്താണെന്ന് മനസ്സിലാവാതെ, ഭാരതീയ തത്വചിന്തകൾ എന്താണെന്ന് മനസ്സിലാവാതെ അധപ്പതിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ശിവശക്തി സങ്കല്പത്തിലാണ് ഈ ആദി ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി ആരംഭിക്കുന്നത് തന്നെ. സൃഷ്ടിയുടെ ആ മഹാസങ്കല്പത്തിന്റെ ആദ്യ ശ്ലോകം ഇങ്ങനെയാണ്: ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിപിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. ശിവൻ ശക്തിയുക്തനായി ഭവിച്ചാൽ ഈ പ്രപഞ്ചത്തെ നിർമ്മാണം ചെയ്യുവാൻ ശക്തൻ തന്നെ. അപ്രകാരമല്ലെന്നു വരികിൽ ഈ ദേവൻ ഇളകുവാൻ കൂടി സമർത്ഥനല്ല. അതിനാൽ വിഷ്ണു, രുദ്രൻ, ബ്രഹ്മാവ് മുതലായുള്ളവരാലും കൂടി പൂജനീയയായ ഭഗവതിയെ നമസ്കരിപ്പാനോ സ്തോത്രം ചെയ്യാനോ പുണ്യം ചെയ്യാത്തവൻ ആളായി വരുമോ എന്നതാണ് ഭാരതീയ സങ്കല്പം. സൃഷ്ടി നടക്കുന്നത് ശിവശക്തി സംയോഗത്തിലൂടെയാണ്. അപ്പോൾ ഈ ശിവം അല്ലെങ്കിൽ ശിവൻ എന്നുള്ള ആ സങ്കല്പം ആദിയിൽ എല്ലാ ഈ ലോകം മുഴുവൻ പല പല ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ആദിയിൽ എങ്ങനെ ഈ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു എന്നതിൻ്റെ ചില തെളിവുകളാണ് എൻ്റെ സുഹൃത്ത് കമൽജിത്ത് കമലാസനൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകുറിപ്പിലൂടെ ഇന്ന് വെളിവാക്കിയിരിക്കുന്നത്. അത് ഞാനിവിടെ വായിക്കാം. മരണത്തെ ഭയന്നിരുന്ന മനുഷ്യർ സ്വാഭാവികമായും ജീവനെ ആരാധിച്ചിരുന്നിരിക്കും. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം ജീവൻ എന്നാണ്. ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോൾ അത് ശവമാകുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ഉപനിഷത്ത് വചനവും ആത്മാവാണ് ദൈവം എന്ന ബൈബിൾ വചനവും അന അൽ ഹഖ് എന്ന മൻസൂർ അൽ ഹജ്ജാജിന്റെ സൂഫി ചിന്തയും എല്ലാം എത്തിച്ചേരുന്നത് മഹാദേവനിലേക്ക് മാത്രമാണ്. അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള മതങ്ങളാണ് ഇന്നും ദ്വൈത ചിന്തയിൽ അഭിരമിക്കുന്നത്. വാ അത് എന്നൊരു പ്രബലനായ ദേവൻ ഉണ്ടായിരുന്നു ഇസ്ലാം ജനിക്കും മുമ്പ് അറബികൾക്ക്. അറബിയിൽ വാദുൻ എന്നാണ് ഉച്ചാരണം എന്ന് തോന്നുന്നു. പുള്ളിയുടെ ചിഹ്നങ്ങളായിരുന്നു സർപ്പവും ചന്ദ്രകലയും. ഖുറൈശികളുടെ ആരാധനാലയമായിരുന്ന കാപാലീശ്വരം ക്ഷേത്രമായിരുന്നു എന്നും ചന്ദ്രകലയെ ശിവന്റെ ചിഹ്നമായും ചിലർ പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ ശാന്തനുവിന്റെ ജ്യേഷ്ഠനായ ബാൽഹീകന്റെ രാജ്യമായിരുന്നു ഇന്നത്തെ സൗദി അറേബ്യ എന്നും അവർ സമർത്ഥിക്കുന്നു. മുഹമ്മദ് നശിപ്പിച്ചു കളഞ്ഞ വിഗ്രഹങ്ങളിൽ അവശേഷിച്ചതിന്റെ ഭാഗത്തിന് ശിവലിംഗത്തിന്റെ പീഠത്തോട് സാമ്യത ഉള്ളതും അവർ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. ഗുപ്ത സമ്രാട്ടായിരുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമന്റെ ശാസനങ്ങൾ സൗദിയിൽ നിന്നും കണ്ടെത്തിയിരുന്നതായി ചില ലേഖനങ്ങളിൽ കാണുന്നുമുണ്ട്. മുഹമ്മദ് നബിയുടെ അമ്മാവനും പിൽക്കാലത്ത് മുസ്ലിങ്ങളാൽ വധിക്കപ്പെട്ട വ്യക്തിയുമായിരുന്ന ഉമർ ബിൻ ഹഷാം എഴുതിയതായി കരുതപ്പെടുന്ന സയാർ ഉൽ ഓഖുൽ എന്ന ഗ്രന്ഥത്തിന്റെ ചില ശേഷിപ്പുകൾ ടർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉള്ള മക്താബ് ഇ സുൽത്താനിയ ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇന്ന് ആ ലൈബ്രറിയുടെ സ്ഥാനത്ത് ഗാട്ടാസെറായ് ഇംപീരിയൽ സ്കൂൾ എന്ന വിദ്യാലയം ആണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ത്യൻ ചരിത്രകാരനായിരുന്ന PN ഓക്കിന്റെ മക്കയെക്കുറിച്ചുള്ള വിവാദ രചനയ്ക്ക് ഒരാധാരം ഹഷാമിന്റെ മേൽ സൂചിപ്പിച്ച രചന ആയിരുന്നു. ബഹ്റൈനിലെ പുരാതന തുറമുഖമായ ഖാലറ്റ് അൽ ബഹ്റിനിൽ നിന്നും UAEയിലെ അൽ ബിതാനാഹിൽ നിന്നും നാഗക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വാ അതും ഭാരതീയരുടെ ശിവനും തമ്മിലുള്ള സാദൃശ്യം വളരെ വലുതായതിനാലാകും ഒരുപക്ഷെ മേൽപ്പറഞ്ഞ തരത്തിലുള്ള താരതമ്യങ്ങൾ ഉണ്ടാകുവാൻ കാരണം. സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള ചരിത്ര പഠനങ്ങൾക്ക് മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല തന്നെ. എന്നാൽ പോലും ചില അനുമാനങ്ങൾ ഉള്ള തെളിവുകൾ ഉപയോഗിച്ച് നടത്തുവാൻ സാധിക്കും. ആദി ശിവൻ എന്ന് ജോൺ മാർഷൽ അഭിപ്രായപ്പെട്ട സിന്ധു തടത്തിൽ നിന്ന് ലഭിച്ച യോഗാസനസ്ഥനായ ദേവന്റെ മുദ്രയിൽ ആന, കടുവ, കണ്ടാമൃഗം, പോത്ത് എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളാണ് ഇരുവശത്തും ഉള്ളത്. മാതൃദേവിയുടെ ശക്തിയുടെ രൂപങ്ങൾ ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ശിവശക്തി അഥവാ പുരുഷനും പ്രകൃതിയും എന്ന ഭാരത സങ്കല്പം അപൗരുഷേയം ആണെന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവ് വേണം?
പ്രീ ഇസ്ലാമിക് കാലത്തെ മറ്റൊരു അറേബ്യൻ ദൈവസങ്കല്പമായിരുന്നു ഹുബാൽ എന്ന ചന്ദ്രദേവൻ. തലയ്ക്ക് മുകളിലെ ചന്ദ്രക്കലയും മുടിയിൽ നിന്നും പുറപ്പെടുന്ന ജലപ്രവാഹവുമുള്ള ഹുബാലിന്റെ കണ്ടെടുത്ത വിഗ്രഹങ്ങൾ അതുമായി ചേർത്ത് വെക്കുമ്പോൾ ചന്ദ്രകലാധരനും ഗംഗാധരനുമായ മഹാദേവൻ തന്നെയല്ലേ? ഇസ്ലാമിലെ ദൈവസങ്കല്പമായ അല്ലാഹ് വന്നത് ഹുബാലിൽ നിന്നാണെന്ന വാദം ആദ്യം ഉയർത്തിയത് ജർമ്മൻ ബൈബിൾ പണ്ഡിതനും സെമിറ്റിക് മതങ്ങളുടെ മതമായ ജൂതമതത്തിന്റെ വിശുദ്ധ പുസ്തകങ്ങൾ അടങ്ങിയ തോറയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച ജൂലിയസ് വെൽഹൗസൻ എന്ന ജർമ്മൻകാരനാണ്. അതിനെക്കുറിച്ച് ഇന്നും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹുബാലിന് ശിവനോടുള്ള സാമ്യത ഒട്ടുമേ തള്ളിക്കളയാൻ കഴിയുകയില്ല. അത് അനന്തനോ വാസുകിയോ ആയിരിക്കാം, ചിലപ്പോൾ കാർക്കോടകൻ. സർവ്വമതങ്ങളുടെയും സാരം മാത്രമല്ല, സർവ്വമതങ്ങളുടെയും ഉത്ഭവവും ഒന്നിൽ നിന്ന് തന്നെയാണെന്ന് വേണം ശിവനിൽ നിന്നും മനസ്സിലാക്കാൻ. ലിംഗാരാധനയിലേക്ക് വരികയാണെങ്കിൽ ജീവൻ പ്രദാനം ചെയ്യുന്നത് എന്നതിന്റെ പ്രതീകമായാണ് ലിംഗാരാധന ഉണ്ടായത് എന്ന് വേണം അനുമാനിക്കാൻ. ജീവനെ സ്വീകരിക്കാൻ ശക്തി സ്ത്രീക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശക്തിയില്ലാതെ ശിവനില്ല എന്ന വിശ്വാസം ഉണ്ടായത്. അർദ്ധനാരീശ്വര സങ്കല്പം ആ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. സ്ത്രീയാണ് പ്രകൃതി എന്ന സങ്കല്പം പോലെ മനോഹരമായത് വേറെ എന്തുണ്ട്? മഹാദേവൻ എന്ന നാമം ശിവനുണ്ടായതും ആദിദേവൻ എന്ന സങ്കല്പത്തിൽ നിന്നാണ്. ശിവനിൽ നിന്നാണ് മറ്റെല്ലാ ദൈവസങ്കല്പങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിൽ ചില ദൈവങ്ങൾക്ക് രൂപമുണ്ടായിരുന്നു, ചിലർക്ക് രൂപമില്ലായിരുന്നു. കുറെ ദൈവങ്ങൾ മരിച്ചുപോയി, ചിലർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ശിവാരാധനയ്ക്കുള്ള പ്രത്യേകത അതിന് നിയതമായ ചട്ടക്കൂടുകളില്ല എന്നത് തന്നെയാണ്. നെഗറ്റീവ് എന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന രീതിയിലും ശിവാരാധന നടത്തുവാൻ കഴിഞ്ഞേക്കും. രാക്ഷസന്മാർ വരെ ശിവഭക്തരായിരുന്നു എന്നാണല്ലോ പുരാണങ്ങൾ പറയുന്നത്. കൈലാസം പൊക്കിയെടുക്കാൻ ശ്രമിച്ച രാവണൻ ശ്രേഷ്ഠനായ ശിവഭക്തനായിരുന്നു. ഹിരണ്യകശിപുവും നരകാസുരനും ശിവഭക്തരായിരുന്നു. രൂപസങ്കല്പം നൽകി ശിവാരാധന നടത്തിയാലും ത്രിശൂലമോ ചന്ദ്രക്കലയോ പ്രതീകമാക്കി ആരാധിച്ചാലും എത്തുന്നത് ശിവസന്നിധിയിൽ തന്നെയാണ്. പല മതങ്ങളിലും മന്ത്രമൂർത്തി, യോഗീശ്വരൻ എന്നീ മാധ്യമങ്ങളിലൂടെയാണ് ശിവാരാധന നടത്തുന്നത്. ശിവ ആരാധനയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ല എങ്കിൽ പോലും അവർ പുണ്യമാർജിക്കുന്നു എന്നതാണ് വാസ്തവം. നിഷേധാത്മക വിഗ്രഹാരാധന ചെയ്യുന്നവരും സത്യത്തിൽ ശിവപൂജയാണ് ചെയ്യുന്നത്. സകല ചരാചരങ്ങളും ശിവാംശമായതിനാൽ ഭേദബുദ്ധിക്കൊന്നും ഇവിടെ സ്ഥാനമില്ല തന്നെ. കാശി വിശ്വനാഥനെ ആരാധിക്കുന്ന രീതിയിലും കപാലീശ്വരനെ ആരാധിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ടായിരിക്കും. പക്ഷേ മോക്ഷം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ് ഇവയൊക്കെയും. നമ്മൾ മലയാളികൾക്കാകട്ടെ ശിവരാത്രി എന്നത് കേരളം കണ്ട ഏറ്റവും മഹത്തായ വിപ്ലവത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ജാതീയതയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഉഴറിയിരുന്ന അനേക ലക്ഷം മനുഷ്യർക്ക് ആത്മീയ ഉണർവിന്റെ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്കുള്ള വാതായനം തുറന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെ നെയ്യാറിന്റെ കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയിട്ടിന്ന് 137 വർഷങ്ങൾ തികയുകയാണ്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളേ. ഓം നമഃ ശിവായ. രാഷ്ട്രായ സ്വാഹ. ഇദം നമഃ.